ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള ലുക്സംബർഗിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലുക്സംബർഗിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ നമുക്ക് ലുക്സംബർഗിലേക്ക് എത്താമെന്ന് നോക്കിയാലോ? ഒന്നുകിൽ ഞങ്ങൾ പോകുന്ന പോലെ നമുക്ക് ട്രെയിനിൽ പോകാം, അതല്ലെങ്കിൽ ഫ്ലൈറ്റിലോ കാറിലോ നമുക്കിവിടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ജർമ്മനിയിൽ നിന്നും ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉപയോഗിച്ച് ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ലുക്സംബർഗിലേക്ക് പോയി വരാം. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏകദേശം 5 മണിക്കൂറോളം എടുത്തു കേട്ടോ ലുക്സംബർഗിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തത് ക്രീഫിൽഡിൽ നിന്നും കൊളോണിൽ നിന്നും കോബുലൻസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ലുക്സംബർഗിലേക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്. കൊളോണിൽ നിന്നും കോബുലൻസിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോബുലൻസ് എന്ന് പറയുന്നത് റൈൻലാൻഡ് പലാറ്റിനേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ ഇത് വെസ്റ്റ് ജർമ്മനിയാണ് കേട്ടോ. അതായത് നമ്മൾ നോർത്ത് സൈഡിൽ നിന്നും വെസ്റ്റിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലെ മിക്ക പട്ടണങ്ങളും ഈ ഒരു റൈൻ നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ഈ ഒരു സ്ഥലങ്ങളും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ പകുതി സമയവും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. കാരണം കുട്ടികളുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൈ വീശി പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ട ബിസ്ക്കറ്റ്, അതുപോലെ സ്നാക്സ്, പിന്നെ അത്യാവശ്യം ആഹാരമൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. അത് കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. പൊതുവേ പുറത്തു നിന്നുള്ള ഭക്ഷണം നമ്മളൊരു ലോങ് ജേർണി പ്ലാൻ ചെയ്യുമ്പോൾ അധികം കഴിക്കാതിരിക്കുന്നതായിരിക്കും സേഫ്. കാണാൻ കൊണ്ടുവന്ന ആൾക്കാരുടെ കിടന്ന് ഉറക്കം വയ്ക്കുക. ചേട്ടായി എങ്ങോട്ടാ പോന്നെ? ഐഡിയ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോബുലൻസിൽ നിന്നും ലക്സംബർഗിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർപ്രൈസ് ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇവരോട് ആരോടും പറയാതെ തന്നെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ കോബുലൻസിലെത്തിയപ്പോഴാണ് നമ്മൾ അടുത്ത ട്രെയിൻ കയറുമ്പോൾ അതിൻ്റെ ബോർഡ് കണ്ടപ്പോഴാണ് ഇവർ ലക്സംബർഗിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഇവരറിഞ്ഞത്. അതുവരെ ഞാൻ ചേട്ടായോട് പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്. ശരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികളുണ്ട്. അന്ന് തന്നെ തിരിച്ചു പോരുക എന്നുള്ളത് ശരിക്കും ഭയങ്കര സ്ട്രഗിളാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാവും അവിടെ എത്തുമ്പോൾ തന്നെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആകുമോ, എത്രത്തോളം ഇത് ഓക്കെ ആകും, പിന്നൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നത് അഥവാ ഇത് പ്ലാൻ പാളിയാലും ലക്സംബർഗ് വരെ നമ്മൾ എത്തും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇനി അഥവാ ഹോട്ടലും കാര്യങ്ങളും ഒന്നും ബുക്ക് ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വരാം എന്നുള്ള പ്ലാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനതൊരു ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ Check24 എന്ന് പറയുന്ന ആപ്പാണ് ഞാനിവിടെ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഒറ്റ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നൈറ്റിന്, അതായത് നമ്മൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 11 മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ള ഡീല്. അപ്പോൾ അതിന് ആപ്പിൽ നമുക്ക് 82 യൂറോ ആയിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് റിഡക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് 61 യൂറോയെ പേ ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. അപ്പോൾ എന്തായാലും 61 യൂറോ പേ ചെയ്താലും അന്ന് തന്നെ തിരിച്ച് വരേണ്ട വന്നില്ല. ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങി വരാനായിട്ടുള്ളൊരു സാവകാശം നമുക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് എന്താ പറയുന്ന ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇൻസ്റ്റയിൽ. ഞാനപ്പോൾ അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. അപ്പോൾ ജർമ്മനിയിൽ നിന്നും ലുക്സംബർഗിലേക്കുള്ള ഈ ഒരു യാത്രയിലെ കാഴ്ചകൾ ശരിക്കും നമ്മളെ ഒട്ടും തന്നെ മടുപ്പിക്കുന്ന കാഴ്ചകളല്ല കേട്ടോ. വളരെ കണ്ണിന് കുളിർമയുള്ള പച്ചപ്പും പുഴകളും അങ്ങനെ വളരെ രസമുള്ള കാഴ്ചയാണ്. എത്ര നേരം കണ്ടിരുന്നാലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ബോറടിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന നമ്മുടെ ആ ഒരു പുതിയ രാജ്യം അല്ലെങ്കിൽ ലുക്സംബർഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. അതായത് ലുക്സംബർഗ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് കേട്ടോ. ജർമ്മനി, ബെൽജിയം, അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് ലുക്സംബർഗ്. ലുക്സംബർഗിലെ ട്രഡീഷനും കൾച്ചറും അതുപോലെ ലാംഗ്വേജും ഒക്കെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായി നല്ല സാമ്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് ലുക്സംബർഗിഷ് ആണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ ജർമ്മനും ഫ്രഞ്ചും അതുപോലെ ഇംഗ്ലീഷും സംസാരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇവിടെയുള്ള റെസിഡൻസിനും ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രാജ്യം കൂടിയാണ് കേട്ടോ ലക്സംബർഗ്. അപ്പോൾ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ബസ്സും ട്രെയിനും ട്രാമും ഒക്കെ പെടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൺട്രി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു രാജ്യത്തിനോട് അതിർത്തി പങ്കിടുന്ന ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് വർക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ വന്നു പോകുന്നവർക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ കൂടിയാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇവിടെയുള്ള മിക്ക ആൾക്കാർക്കും കാറുണ്ട്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ ഉപയോഗം അതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊല്യൂഷൻ കൺട്രോൾ എന്നുള്ളൊരു ഒരു അജണ്ട കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന് നമ്മളേതായാലും നമ്മുടെ റൂമിലെത്തി കേട്ടോ.
കുറച്ച് നേരമായി റൂമിലെത്തിയിട്ട്. പക്ഷേ എത്തിയ സമയത്ത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബെഡൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത്. കാരണം പിള്ളേർ വന്നതേ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ചാട്ടം തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ അങ്ങനെ 2 ബെഡാണുള്ളത്. അപ്പോൾ ഒരു ബെഡ് എന്ന് പറയുന്നത് സോഫ പോലെ ഒരു ടൈപ്പാണ് കേട്ടോ. അതിങ്ങനെ ബെഡാക്കി അവർ ഇട്ടേക്കുന്നതാണ്. പിന്നെ അതിൽ നമുക്ക് കുട്ടികളെ കിടത്താം. പിന്നെ അല്ലാതെ ഒരു ബെഡും കൂടിയുണ്ട്. പിന്നെ ഒരു ചെറിയ ടേബിള്. അതുപോലെ തന്നെ ഇത് നമ്മുടെ റൂമിൻ്റെ വെളിയിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചൺ കോമൺ ആണ് കേട്ടോ. ഇവിടെ മൊത്തം 5 റൂമുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്നിട്ട് അതുപോലെ ഇത് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇവിടെ ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആകാനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല. 61 യൂറോയ്ക്ക് അത് നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നി. വലിയ കുഴപ്പമില്ല. ഒരു രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കൊണ്ട് ബാഗൊക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു കറങ്ങാൻ ഇറങ്ങിയ വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിച്ച ആ ഒരു റൂം സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് നടന്നെത്താവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാസ്റ്റലുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റലുകളും മോണോമെൻറ്റ്സും ഒക്കെ പ്രിസർവ് ചെയ്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു രാജ്യം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളൊരു ടൂറിസ്റ്റായിട്ട് ഈ ഒരു രാജ്യത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് ഫേമസ് ലാൻഡ്മാർക്കുകളുണ്ട് ഇവിടെ. അതിലൊന്നാണ് ഈ ഒരു ബോകാസ്മോയിഡ്സ് എന്ന് പറയുന്ന ഒരു ബങ്കർ. ഇത് ഈ ഒരു സിറ്റിയുടെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഏകദേശം 23 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ടണലാണ് കേട്ടോ ഇത്. അപ്പോൾ 2ാം ലോക മഹായുദ്ധ സമയത്ത് ആൾക്കാരൊക്കെ ഇവിടെയാണ് താമസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര് അഡോൾഫ് ബ്രിഡ്ജ് എന്നാണ്. ഇത് പെട്രൂസ നദിയുടെ കുറുകെയാണ് ഈ ഒരു ബ്രിഡ്ജ് പോകുന്നത്. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമ്മൾ വന്ന വഴിയിൽ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കാണാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഓവറോൾ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ച് നടന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും സിറ്റി ടൂറുകൾ അവൈലബിൾ ആണ്. അതായത്
ട്രെയിനിൽ നമുക്ക് ചെറിയ ട്രെയിനുകളുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ഇവിടുത്തെ ലക്സംബർഗിൻ്റെ ഓൾഡ് സിറ്റിയിലൂടെ നമുക്കൊരു ചെറിയ ടൂറൊക്കെ നടത്താൻ പറ്റും. ഞങ്ങളേതായാലും അതിനൊന്നും നിന്നില്ല. അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ. കാരണം വന്ന് നമ്മൾ നല്ല ടയേർഡായിരുന്നു. അപ്പം തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. എനിവേ നല്ലൊരു യാത്രയായിരുന്നു. പുതിയൊരു രാജ്യം എക്സ്പ്ലോർ ചെയ്തതിൻ്റെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്കൊരിക്കലും എൻ്റെ ഫാമിലിയും കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ വരാൻ സാധിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.